ഒമാൻ മലയാളത്തിന്റെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 24 റിപ്പോർട്ട് വരുമ്പോൾ രോഗബാധ എത്രയാണോ അതിനേക്കാൾ കൂടുതലായി രോഗമോചനം എന്ന ആശ്വാസകരമായ വർത്തമാനമാണ് ഒമാനിൽ നിന്ന് പുറത്തു വരുന്നത്. 5 പേർ മരിച്ചു. 1391 മൊത്തം മരണസംഖ്യ. 223 പേർക്കാണ് പുതിയതായി രോഗം ബാധിച്ചിരിക്കുന്നത്. എന്നാൽ 279 പേർക്ക് രോഗമോചനം സാധ്യമായിട്ടുണ്ട്. 1,22,500 ആളുകൾക്കാണ് ഇതുവരെ ഒമാനിൽ ഈ വൈറസ് കയറിയിരിക്കുന്നത്. 1,13,856 ആളുകൾക്ക് രോഗമോചനവും ഉണ്ടായി. 1391 പേർ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. ബാക്കിയുള്ള 7,332 ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി ചികിത്സയിലാണ്, അല്ലെങ്കിൽ ക്വാറന്റൈനിലാണ്, ഐസൊലേഷനിലാണ്. എല്ലാവരും ആശുപത്രികളിലില്ല. പക്ഷെ ആശുപത്രികളിലുള്ളവരിൽ 121 പേർ 121 ഈ 121 പേർ ലേശം ക്രിട്ടിക്കലാണ് എന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒമാനിലെ കണക്ക്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും 25ഉം 26ഉം നവംബർ വിചാരിച്ചതിനപ്പുറമുള്ള അവധിയിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച കിട്ടേണ്ടിയിരുന്ന നാഷണൽ ഡേ അവധിയാണ് ഇപ്രാവശ്യം ഇങ്ങനെ 25, 26 തീയതികളിൽ നൽകുന്നത്. പിന്നെ 27ഉം 28ഉം വെള്ളിയും ശനിയുമാണ്. അങ്ങനെ ഒരു ദീർഘമായ വാരാന്ത്യം എന്ന രൂപത്തിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോ ഓഫീസുകൾ അടച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയ്ക്കും അവധിയെടുക്കാൻ വേണമെങ്കിൽ ഗവൺമെന്റ് സെക്ടറിന് ഏതായാലും അവധി പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഞങ്ങൾ സൂചിപ്പിക്കാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മഴ അതിശക്തമായി പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരികയാണ്. അത് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒമാന്റെ തീരപ്രദേശങ്ങളിലേക്ക് എത്തുന്നു. മുസന്തം, മസ്കറ്റ്, സൗത്ത് ഷാർക്കിയ, നോർത്ത് സൗത്ത് ബാത്തിന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്നും നാളെയും ശക്തമായി ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ, ഒന്നിടവിട്ട രൂപത്തിൽ, അതായത് ദീർഘമായിട്ട് നിൽക്കാതെ ഇടവിട്ടുള്ള സമയങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അവധിയല്ലേ എന്ന് കരുതി പല ആളുകളും ബീച്ചിലേക്കോ അങ്ങനെയൊക്കെ സന്ദർശനം നടത്താൻ പോകുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം, തിരമാലകൾ 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഡിസംബർ 31 വരെ സമയമുണ്ട് എന്ന് കരുതി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ, അതായത് പ്രീ അപ്രൂവലിന് വേണ്ടിയുള്ള 1ാം ഘട്ട പരിപാടിയായിട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയുള്ള ആദ്യത്തെ പരിപാടി എന്ന രൂപത്തിൽ രജിസ്ട്രേഷൻ നടത്തണം. manpower.com പോയിട്ടത് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയിലേക്ക് പോയി ചെയ്യാം. സാമൂഹ്യ പ്രവർത്തകരെ പരിചയമുണ്ടെങ്കിൽ അവർ വഴി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ സനത് വഴി. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണല്ലോ. ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ 1000-ലധികം ആളുകൾ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആളുകളുണ്ട് എന്ന് തന്നെയാണ്. ഇങ്ങനെ യാതൊരു രേഖയുമില്ലാത്തവരും വിസ ഓവറായി നിൽക്കുന്നവരും ഒക്കെ തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, പുതിയ വിസ എപ്പോൾ കിട്ടും? ഞങ്ങളുടെ ഇൻബോക്സിൽ നിരവധി പേർ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു പേർക്കൊക്കെ മറുപടി കൊടുത്തു. അതിന്റെ മറുപടിയാണ് ഈ പറയുന്നത്. പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നിട്ടില്ല. പക്ഷേ ജനുവരി മുതൽ ഈ NOC വേണ്ടാത്ത തരം ജോലി മാറ്റത്തിന്റെ സാഹചര്യം പോലും ഒമാനിൽ വരുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിലവസരം കിട്ടുന്ന സാഹചര്യം, പുതിയ വിസക്കാരെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ടൂറിസ്റ്റ് വിസ അടക്കമുള്ള കാര്യങ്ങളും ജനുവരിയോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ടൂറിസം ഡിപ്പാർട്ട്മെന്റുകൾ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒക്കെ അറിയിക്കേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിർത്തി തുറന്നെങ്കിലും സ്വദേശികൾക്ക് എങ്ങനെ പോകാമെന്ന രൂപത്തിലാണ് 1ാം ഘട്ടത്തിൽ കിടക്കുന്നത്. പ്രവാസികൾക്ക്, വിദേശികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള വിസ സൗകര്യത്തിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. എന്നാൽ UAEയിൽ വരാനിരിക്കുന്ന നാഷണൽ ഡേ അവധി എന്ന് പറയുന്ന ഡിസംബർ 1, 2, 3, 4, 5 ഇത്രയും ദിവസങ്ങൾ ചേർത്ത് അവധി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നവരും നിരവധിയാണ്. അങ്ങനത്തെ സാഹചര്യം ഒമാനിൽ ആയോ എന്ന് എല്ലാവരും നോക്കിയിരിക്കുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗബാധയുടെ എണ്ണം കുറയുകയാണ് ഒമാനിൽ. അത് ആശ്വാസമായി മാറിയേക്കും. അതിർത്തികൾ കൂടുതൽ വിപുലമായി തുറക്കപ്പെടും. സഞ്ചാരം കൂടുതലായി നടക്കും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ.
ഇപ്പോൾ ഇന്ത്യൻ എംബസി വഴി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, 1-2 നമ്പറുകൾ എല്ലാവരും കുറിച്ച് വെക്കണം അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. അതുപോലെ ഇമെയിൽ ഐ ഡിയും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 93 57 79 79 ഇതാണ് ഒരു നമ്പർ. 94 14 97 03 രണ്ടാമത്തെ നമ്പർ. മറ്റൊരു ഹോട്ട്ലൈൻ നമ്പർ 800 71 234, അതായത് 800 71234. ഓർക്കാൻ എളുപ്പമാണ്. 2 ഇമെയിൽ ഐ ഡി ഉണ്ട്. cw.muscat@mea.gov.in അല്ലെങ്കിൽ കോൺസുലാർ എന്നുള്ള രീതിയിൽ cons muscat@mea.gov.in അതിലേക്ക് ഇമെയിൽ അയച്ചാലും മതി. ഇത്തരം നമ്പറുകളൊക്കെ ഇമെയിൽ ഐ ഡിയെല്ലാം എപ്പോഴും കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. നവംബർ 15 ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്ന പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ അർഹതയുള്ളവരെ പ്രേരിപ്പിക്കുക. ഒരു രേഖയുമില്ലെങ്കിലും പോകാൻ പറ്റുന്ന അവസരമാണെന്ന് മനസ്സിലാക്കുക. ഒമാനിൽ ഇനി മുതൽ ഗവൺമെന്റിന്റെ റവന്യൂ, ഗവൺമെന്റ് കൊടുക്കാനുള്ള കാശെല്ലാം സ്മാർട്ട് ഫോൺ വഴി വാലറ്റ് വഴി കൊടുക്കാവുന്ന സമ്പ്രദായത്തിലേക്ക് വരികയാണ്. അതിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണെന്ന് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അറിയിച്ചിട്ടുണ്ട്. ഒരു കറൻസി രഹിതമായിട്ടുള്ള ഒരു ടെക്നോളജി സൊസൈറ്റി സൃഷ്ടിക്കലാണ് ഒമാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും മന്ത്രാലയവും ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ്. തൊട്ടടുത്ത അയൽ രാജ്യം UAE 100% ഉടമസ്ഥാവകാശത്തിൽ ഇപ്പോൾ വിദേശികൾക്ക്, പ്രവാസികൾക്ക് കമ്പനികൾ തുടങ്ങാനുള്ള അവസരം കൊടുത്തതിന്റെ ഉത്തരവ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒപ്പിട്ട് പുറത്തിറക്കിയത് ഒമാനിൽ കഴിയുന്ന ഇന്ത്യൻ നിക്ഷേപകർക്കും വ്യവസായികൾക്കുമൊക്കെ പുതിയ പ്രതീക്ഷ നൽകുകയാണ്. ഒമാനിൽ വിജയിച്ചിരിക്കുന്ന ബ്രാൻഡുകളുടെ ഓഫീസുകളോ ബ്രാഞ്ചുകളോ UAEയിൽ, ദുബായിൽ, അബുദാബിയിലൊക്കെ സ്ഥാപിക്കുന്നതിന് വലിയൊരു അവസരമാണ്. മറ്റൊരു സ്പോൺസറുടെ സാന്നിധ്യമില്ലാതെ 100% ഉടമസ്ഥാവകാശത്തിൽ സ്ഥാപിക്കുന്നതിന് വലിയ അവസരം വരികയാണെന്ന സന്തോഷം എല്ലാവരും ഒമാനിലും വ്യവസായികൾ, വ്യാപാരികളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. ഏതൊക്കെ കാറ്റഗറിക്ക് കിട്ടും, ഏതൊക്കെ കാറ്റഗറിക്ക് കിട്ടില്ല. ഓയിലും ഗ്യാസും ട്രാൻസ്പോർട്ടും കിട്ടില്ല, അതിന് സ്പോൺസർ എപ്പോഴും വേണം. അതേസമയം റീറ്റെയിൽ അടക്കമുള്ള മറ്റ് പല മേഖലകളിലും ഓരോ കാറ്റഗറിക്കും നിശ്ചിത നിക്ഷേപ എമൗണ്ട് ഉണ്ടാകും. ഇപ്പോൾ സ്വർണം കച്ചവടം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് ഇത്ര ഡിപ്പോസിറ്റ് വേണം, ഇത്ര നിക്ഷേപം വേണം എന്ന ചില പ്രാഥമികമായിട്ടുള്ള പരിഗണനകൾ ഉണ്ടാവും. അതൊഴിച്ചാൽ 100% നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും ലൈസൻസ് വരിക എന്നതാണ് അതിന്റെ അട്രാക്ഷനായി മാറിയിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമുള്ള അവധിയെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കണം, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. ഒപ്പം മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, സംഗമങ്ങൾ ഒരു കാരണവശാലും പാടില്ല. അങ്ങനെയൊക്കെ പോയ പ്രവാസികളെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പിഴയും കൊടുത്തിട്ട് നാട് കടത്തുന്ന പരിപാടിയാണ് ഒമാനിലുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. 59.5 മില്യൺ ആളുകൾക്കാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. അതിൽ 14 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചുപോയി. 41 മില്യണിലധികം ആളുകൾ റിക്കവറി ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ആകെയുള്ളത് 17 മില്യണിൽ താഴെയാണ് ഈ രോഗവുമായി മലടുന്നവർ. അതിൽ 1,03,600-ലധികം ആളുകളാണ് ക്രിട്ടിക്കൽ. അങ്ങനെയുള്ളതിൽ 121 പേരാണ് ഒമാനിൽ ക്രിട്ടിക്കലായി കഴിയുന്നത്. ഇന്നലെ 5 ലക്ഷത്തിലധികം രോഗബാധയുണ്ടായി. 8,000-ഓളം മരണവും ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. 37,400 ഇന്നലത്തെ കണക്ക്, 481 മരണവും. ഒമാനിലും രോഗബാധ കുറയുന്ന, രോഗമോചനം കൂടുന്ന, മരണസംഖ്യ കേൾക്കാത്ത ദിവസങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു പോകട്ടെ എന്ന ആശംസകളോടെ ഒമാൻ മലയാളത്തിന്റെ നവംബർ 24 ഈ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.